ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 9-10 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് കാണിച്ച് ഡോക്ടർ നൽകിയ പരാതിയെ തുടർന്നാണ് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തന്റെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി നൽകിയിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്നുള്ളതായിരുന്നു റാപ്പർ വേടന്റെ ആക്ഷേപം എന്ന് പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചതിന് തെളിവുണ്ട് എന്നായിരുന്നു പരാതിക്കാരി കോടതിയെ ബോധിപ്പിച്ചത്. എന്തായിരുന്നാലും അന്വേഷണ സംഘത്തിന്റെ ഉൾപ്പെടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ റാപ്പർ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസ് എടുത്തതിനെ തുടർന്ന് വേടൻ ഒളിവിലായിരുന്നു. ഇനിയും വേടൻ പുറത്ത് വന്നിട്ടില്ല. ഇത്തരം കേസുകളിൽ പലപ്പോഴും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ പരസ്പരം പിരിഞ്ഞതിന് ശേഷം എതിർപക്ഷത്ത് നിൽക്കുന്നയാളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഉണ്ടാകാറുണ്ട് എന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം ഉപാധികളോടെയാണ് വേടന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 9-10 തീയതികളിൽ വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താം. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ 3 കേസുകളിലാണ് വേടനെതിരെ അന്വേഷണം നടക്കുന്നത്. ഒന്ന് ഈ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതി, അതിനുശേഷം മറ്റൊന്ന് ഒരു ഗവേഷക വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസിൽ നൽകിയ പരാതി, മറ്റൊന്ന് മാലയിൽ പുലിപ്പല്ലും പുലിനഖവും മറ്റും ഉപയോഗിച്ചു എന്ന് കാണിച്ച് നൽകിയിരിക്കുന്ന പരാതി. അങ്ങനെ 3 കേസുകളിലാണ് വേടനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വേടൻ ഒളിവിലാണ്.